സിലിണ്ടർ വില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടൽ ഉടമകൾ സമരത്തിലേക്ക്. മെയ് 6-ന് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹോട്ടൽ മേഖല അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്യാസിൻ്റെയും മറ്റ് അസംസ്കൃത സാധനങ്ങളുടെയും വിലവർധനവ് മൂലം സ്വയം തൊഴിലായി കണ്ടെത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സ്വയം തൊഴിൽ പ്രകാരം ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ നിന്നും പൂട്ടിക്കെട്ടിപ്പോകേണ്ട അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, KSRTC ഒരു ആവശ്യ സർവീസ് എന്ന നിലയിൽ കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരുകൾ കൊടുത്തുകൊണ്ടാണ് അവയെ നിലനിർത്തുന്നത്. അതുപോലെ തന്നെ ഹോട്ടൽ മേഖല, അതുപോലെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന വ്യക്തികളെയും ഒരു ആവശ്യ മേഖലയായി കണ്ടുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഈ മേഖലയെ നിലനിർത്തുന്നതിന് വേണ്ടി ഒട്ടനവധിയായിട്ടുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ ഇത് നിർത്തിപ്പോകേണ്ട അവസ്ഥ വരും. കാരണം ഏതൊരു ടൗൺ എടുത്തു നോക്കിയാലും അവിടേക്ക് വരുന്ന ആയിരക്കണക്കിന് വരുന്ന ആൾക്കാർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഹോട്ടൽ തന്നെയാണ്. നമുക്കറിയാം, ഒറ്റയടിക്കാണ് 1000 രൂപ ഒരു കുറ്റിക്ക് കൂടിയിരിക്കുക. ഒരു കിലോ ഗ്യാസിന് 200 രൂപ ഏകദേശം വില വന്നു കഴിഞ്ഞു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിനാലാണ് പ്രതിഷേധം. ഇതോടെ ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ച സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വില 3000 കടന്നു. പ്രവർത്തന ചെലവിന്റെ പേരിൽ ഹോട്ടലുകൾ വിഭവങ്ങൾക്ക് വില കൂട്ടിയാൽ ഉപഭോക്താക്കൾക്കും അത് വലിയ തിരിച്ചടിയാകും. എന്നാൽ ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടിയിട്ടില്ല. LPG നിയന്ത്രണം കാരണം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അടച്ചുപൂട്ടിയ ഹോട്ടലുകൾ പതുക്കെ സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് അടുത്ത ആഘാതം. നേരത്തെ സിലിണ്ടറിന് 100-ഉം 150 രൂപയുമൊക്കെയാണ് കൂട്ടാറെങ്കിൽ ഇക്കുറി ഒറ്റയടിക്ക് 993 രൂപയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ കൂട്ടിയത്. രാവിലെ ഹോട്ടലുകൾ തുറന്ന പല സംരംഭകരും വർധനയുടെ വാർത്ത കേട്ട് ഞെട്ടി. കേരളത്തിൽ വാണിജ്യ സിലിണ്ടർ വില 3000 രൂപ കടന്നു. പുതുക്കിയ വർധന പ്രകാരം തിരുവനന്തപുരത്ത് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് വില 3106 രൂപയായി. SS Gold, Pure Gold. SS Group, Nilambur.